നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. വായനയിലൂടെ ലഭിക്കുന്ന അറിവും അനുഭവ പരിസരങ്ങളും വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് മന്ത്രി. ഇടുക്കിയിലെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ തീരുമാനം. ജില്ലയ്ക്ക് ആശ്വാസമായിരിക്കുന്നത് പട്ടയമില്ലാത്ത സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശത്തിന് ആനുകൂല്യം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം. ഭൂപ്രശ്നങ്ങൾ കാരണം പട്ടയം ലഭിക്കാത്ത മലയോര മേഖലയിലെ കർഷകർക്ക് ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ രോഗികളെ വലച്ച് അടിമാലി താലൂക്ക് ആശുപത്രി. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ്റേ യൂണിറ്റ് പൊളിച്ചതോടെ രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിൽ. പരാധീനതകൾക്ക് നടുവിലുള്ളത് ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രി. അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച് പച്ചക്കറി വില കുതിച്ചുയരുന്നു. ഒരു മാസത്തെ ഇടവേളയിൽ പച്ചക്കറികൾക്കുണ്ടായിരിക്കുന്നത് വ്യാപക വിലക്കയറ്റം. വില കുത്തനെ ഉയരാൻ കാരണം അന്യസംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൽപാദനം കുറഞ്ഞതെന്ന് വ്യാപാരികൾ. വിശദമായ വാർത്തകൾ. വായനയിലൂടെ ലഭിക്കുന്ന അറിവും അനുഭവ പരിസരങ്ങളും വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ വായനയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും അത് വായനയെ കൂടുതൽ ജനകീയമാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ രൂപത്തിലായാലും പുസ്തക രൂപത്തിലായാലും വായന അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് PN പണിക്കരും അദ്ദേഹത്തിന്റെ ജീവിതവും വായനയുടെ ലോകത്ത് സൃഷ്ടിച്ച മാറ്റങ്ങൾ വളരെ വലുതാണ്. തലമുറകൾ മാറി വരുമ്പോൾ വായനയ്ക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ വായനയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും അത് വായനയെ കൂടുതൽ ജനകീയമാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് അധ്യക്ഷയായിരുന്നു. ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ S. നായർ വായനാ പക്ഷാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വായനയുടെയും പുസ്തകങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഭാഷാ വിദഗ്ധൻ ജോസ് കോനാട്ട മുഖ്യപ്രഭാഷണം നടത്തി. 76-ാം വയസ്സിൽ സാക്ഷരതാ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ 1200-ൽ 724 മാർക്ക് നേടി വിജയിക്കുകയും ബിരുദ പഠനം പൂർത്തിയാക്കുകയും ചെയ്ത കുടയത്തൂർ സ്വദേശിനി KA സരോജിനിയെ മന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. 25 വർഷം സാക്ഷരതാ പ്രേരക് പ്രവർത്തനം പൂർത്തിയാക്കിയവർക്കുള്ള പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19-ന് ആരംഭിച്ച പ്രശസ്ത സാഹിത്യകാരൻ IV ദാസ് അനുസ്മരണ ദിനമായ ജൂലൈ 7-ന് സമാപിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല പരിപാടി ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ, PN പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ സാക്ഷരതാ മിഷൻ എന്നിവർ സംയുക്തമായാണ് സംഘടിപ്പിച്ചത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ KR പ്രമോദ് കുമാർ, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി S, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വിനോദ് GS, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിമിനി ജോസഫ്, ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കിയിലെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ തീരുമാനം. പട്ടയമില്ലാത്ത സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശത്തിന് ആനുകൂല്യം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ജില്ലയ്ക്ക് ആശ്വാസമായിരിക്കുന്നത്. ഭൂപ്രശ്നങ്ങൾ കാരണം പട്ടയം ലഭിക്കാത്ത മലയോര മേഖലയിലെ കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ തീരുമാനം. ഭൂപ്രശ്നങ്ങളെ തുടർന്ന് റീസർവേ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ നിരവധി കർഷകർക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. ജില്ലയിലാകെ 30,000-ഓളം പട്ടയ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന പട്ടയം ലഭിക്കാത്ത കർഷകർക്കും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് ഇടുക്കിയിലെ വനാതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളിലുള്ളവർക്കാണ്. 2 മാസം മുൻപുണ്ടായ ഉഷ്ണതരംഗത്തിൽ 6200 കർഷകരുടെ 1693.580 ഹെക്ടർ ഏലം കൃഷിയാണ് നശിച്ചത്. ശരാശരി 11.85 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്.
പട്ടയമില്ലാത്ത ഭൂമി കൈവശം വച്ചിരിക്കുന്ന ഭൂരിഭാഗം കർഷകരും അപേക്ഷ നൽകിയിരുന്നില്ല. കരമടച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതിനാലാണ് ഈ കർഷകർ അപേക്ഷ നൽകാത്തത്. നഷ്ടപരിഹാരത്തിന് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ നൽകാനുള്ള സമയപരിധി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചതോടെ ഇനിയും കൂടുതൽ കർഷകർ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് കൃഷിവകുപ്പിന്റെ നിഗമനമെന്ന അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു. ഇത്തരം നഷ്ടപരിഹാരങ്ങൾ നൽകുമ്പോൾ കാലവർഷം, പ്രകൃതിക്ഷോഭം, വരൾച്ച മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പട്ടയമില്ലാത്ത കർഷകരെയും പരിഗണിക്കണമെന്ന ആവശ്യം അഖിലേന്ത്യാ കിസാൻ സഭ നിരന്തരമായി ഉന്നയിക്കുകയും കൃഷിക്കാരും മറ്റ് കർഷക സംഘടനകളും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും നാളിതുവരെ ഇത് പരിഗണിക്കപ്പെടാതിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ 10,000-കണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുള്ളതും ആയിരക്കണക്കിന് കൃഷിക്കാർക്കും ഇത്തരമൊരു തീരുമാനത്തിൻ്റെ ഫലമായി വലിയ ആശ്വാസം ലഭിക്കുന്നതാണ്. ഇത്തരമൊരു തീരുമാനമെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് മന്ത്രി സഖാവ് വി പ്രസാദിനെയും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതേസമയം വനാതിർത്തികളിൽ വന്യജീവി ആക്രമണം മൂലം കൃഷി നശിച്ച പട്ടയമില്ലാത്ത കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ രോഗികളെ വല്ലാണ്ട് വലയ്ക്കുകയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ്റേ യൂണിറ്റ് പൊളിച്ചതോടെ രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ജീവനക്കാരുടെ കുറവ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ആശുപത്രിയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. ദിവസവും 100 കണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയിലാണ് ഈ പരാധീനതകളൊക്കെയും. തോട്ടം മേഖലയിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെ ദിവസവും 100 കണക്കിന് ആളുകൾ എത്തുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. അടിസ്ഥാന സൗകര്യ വർധനവിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നുണ്ട്. വൈകാതെ എല്ലാം ശരിയാകുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ വാദം. എന്നാൽ ആശുപത്രിയിലെ നിലവിലെ സ്ഥിതി രോഗികളെ വല്ലാണ്ട് വലയ്ക്കുന്നതാണ്. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ്റേ യൂണിറ്റ് പൊളിച്ചതോടെ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണെന്ന് രോഗികൾ പറയുന്നു. അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിനെ പറ്റി ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. പുതിയ ആശുപത്രിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും പരിമിതിയായ അസൗകര്യം മൂലം ഏകദേശം ദേവികുളം താലൂക്കിലെ 11 പഞ്ചായത്തിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് എക്സ്റേ എടുക്കുവാനോ സ്കാനിങ് നടത്തുവാനോ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ആദിവാസി കുടികളായ 21 കുടികളിൽ നിന്നും സൂര്യനെല്ലി, മൂന്നാർ, കാന്തല്ലൂർ, മറയൂർ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തപ്പെടുന്ന രോഗികൾ ചിലപ്പോൾ വണ്ടിക്കൂലിക്കും മറ്റ് ചെറിയ ഒറ്റച്ചെലവിലുമായ പൈസ കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ വരുന്ന ഈ സമയത്ത് ഇത് അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് മൂലം, അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്റേയുടെ പ്ലാൻ സെൻറ്റർ ഇല്ലാതായിട്ട് ഏതാണ്ട് 4 മാസം. അതിന് ഒരു ചെറിയ സൗകര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പൊളിച്ചു മാറ്റുകയായിരുന്നെങ്കിൽ ഈ രോഗികൾക്ക് ഇത്രയും കഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരികയില്ലായിരുന്നു. ദിവസവും 100 കണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നു. തുറക്കുമെന്നറിയിച്ച ഡയാലിസിസ് യൂണിറ്റ് ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുങ്ങിയില്ല. സ്കാനിങ്ങിനും മതിയായ സൗകര്യമില്ല. കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച പിന്നീട് യാഥാർത്ഥ്യമാക്കിയ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനവും ഇപ്പോൾ വേണ്ടവിധമില്ല. ഇങ്ങനെ പരാധീനതകൾ ഇപ്പോഴും പലതുണ്ട് ഈ താലൂക്ക് ആശുപത്രിയിൽ. സ്ഥലപരിമിതി മറികടക്കാൻ പുതിയ കെട്ടിടങ്ങൾ ഒരുങ്ങുന്നുണ്ട്. അതിനൊപ്പം രോഗികൾക്ക് ആശ്വാസകരമാകേണ്ടുന്ന ഇക്കാര്യങ്ങളിൽ കൂടി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് ആവശ്യം. അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച് പച്ചക്കറി വില കുതിച്ചുയരുന്നു. ഒരു മാസത്തെ ഇടവേളയിൽ പച്ചക്കറികൾക്ക് വ്യാപക വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൽപാദനം കുറഞ്ഞതാണ് വില കുത്തനെ ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കറികൾ എത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദന രംഗത്തുണ്ടായ ഇടിവാണ് പച്ചക്കറി വില കുതിച്ചുയരാൻ കാരണം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ കിലോയ്ക്ക് 60 രൂപയായിരുന്ന ബീൻസിന്റെ വില ഇപ്പോൾ 100 രൂപയ്ക്ക് മുകളിലെത്തി. കിലോ 40-ൽ നിന്ന് അച്ചിങ്ങാപ്പയറിന്റെ വില 80-ലേക്ക് ഉയർന്നു. 40-ൽ നിന്ന് 70-ലേക്ക് ക്യാബേജും 60-ൽ നിന്ന് 80-ലേക്ക് ക്യാരറ്റും എത്തി. 80 രൂപയുണ്ടായിരുന്ന മുരിങ്ങക്കോൽ 120 രൂപയിലേക്കും 60 രൂപയിൽ നിന്ന് പച്ചമുളക് വില 120 രൂപയിലേക്കും ഉയർന്നു. 60 രൂപയിൽ കിടന്നിരുന്ന തക്കാളി ഹാട്രിക് അടിച്ചപ്പോൾ 40 രൂപയിൽ നിന്ന് വെണ്ടയ്ക്ക വില ഉയരുകയാണ്.
120 രൂപയുണ്ടായിരുന്ന ഇഞ്ചിയുടെ വില ഇപ്പോൾ 220ലേക്കും ഉയർന്നു. ഇത്തരത്തിൽ പച്ചക്കറികൾക്കെല്ലാം തീപിടിച്ച വിലയാണ് നൽകേണ്ടത്. ഇതോടെ വ്യാപാര മേഖലയ്ക്കും വലിയ മങ്ങലേറ്റു. പിന്നെ കച്ചവടം പകുതി നേരത്തെ പകുതിയായി. കാരണം ആരെക്കൊണ്ടും മേടിക്കാൻ പറ്റാത്ത ഒരു വിലയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞ് നിൽക്കുന്ന ചില ഐറ്റങ്ങൾ, ചില സാധനങ്ങൾ, ചപ്പ് സാധനങ്ങൾക്കെല്ലാം വില കൂടിയിട്ടുണ്ട്. കോബീസ്, ബീറ്റ്റൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം വില കൂടി. ബാക്കി ചില ഐറ്റങ്ങൾ കുറയുകയും ചെയ്തിട്ടുണ്ട്. ബീൻസ്, തക്കാളി എല്ലാം കുറഞ്ഞു. ഇതിപ്പം വില നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണോ? വില നീണ്ടു നിൽക്കാൻ ചാൻസാണ്. ഓണമൊക്കെ ഈ കൂടി ഭയങ്കരമായിട്ട് വില കയറും. ഓണത്തിനൊക്കെ ഈ കൂടി കണ്ടമാനം വില കയറും. കാരണം അല്ലാതെ മാർഗ്ഗമില്ല. കാരണം ഇങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് വില കൂടുതൽ കാരണം ആൾക്കാർക്ക് മേടിക്കാൻ പറ്റില്ല. കുടുംബ ബഡ്ജറ്റ് മൊത്തം താളം തെറ്റി നിൽക്കുക. പെട്ടെന്നുണ്ടായ വിലക്കയറ്റം അടുക്കള ബജറ്റിനെ ആകെ താളം തെറ്റിച്ചിരിക്കുകയാണ്. ആളുകൾ കുറച്ചു മാത്രം പച്ചക്കറികൾ വാങ്ങുന്ന പ്രവണതയിലേക്കും ഒതുങ്ങി. ഓണത്തിന് 2 മാസം മാത്രം അവശേഷിക്കെ പച്ചക്കറികൾക്ക് ഇത്തരത്തിൽ വില ഉയരുന്നത് ആശങ്കയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. വില ഇത്തരത്തിൽ തുടർന്നാൽ ഓണസദ്യയിൽ പല വിഭവങ്ങളും അപ്രത്യക്ഷമായേക്കും. ജില്ലയിൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുന്ന ബാങ്കുകളുടെ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ലീഡ് ബാങ്കായ തൊടുപുഴ SPയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കുവാനുള്ള ബാങ്കുകളുടെ നീക്കം അവസാനിപ്പിക്കുക, നിബന്ധനകളിൽ ഇളവ് വരുത്തി പരമാവധി വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുക, വിദ്യാഭ്യാസ വായ്പ നൽകുന്നതിന് എല്ലാ ബാങ്കുകൾക്കും ഒരേ നിയമം നടപ്പിലാക്കുക, ബാങ്കിലെത്തുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും അപമാനിക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ സമരം ഉദ്ഘാടനം ചെയ്തു. അച്ഛനും അമ്മയും കുട്ടികളെ വളർത്തുന്ന കാലം ഒരു കാലം കഴിഞ്ഞാൽ തീർന്നു. അതിനപ്പുറത്തേക്ക് പഠിക്കേണ്ടതും പഠിക്കാനുള്ള പണം കണ്ടെത്തും ഓരോ വിദ്യാർത്ഥികളും. അതാണ് ആധുനിക ലോകത്തെ വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള ഒരു കൺസെപ്റ്റ്, കാഴ്ചപ്പാട്. അപ്പോ അവിടെയൊക്കെ വളരെ ഉദാരമായ വായ്പാ പദ്ധതികൾ അനുവദിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനത്തോടൊപ്പം സ്കോളർഷിപ്പും അതിനോടൊപ്പം ബാങ്ക് വായ്പയും ഒക്കെ തരപ്പെടുന്ന ഒരു സംവിധാനം, അത് നാമമാത്രമായ ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഈടാക്കിയിട്ടുണ്ട്. പഠനത്തോടൊപ്പം ജോലി ചെയ്ത് ആ വായ്പ തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനം ലോകരാഷ്ട്രങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇന്ത്യയിലെ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ പലിശ ഈടാക്കുന്ന ബാങ്കുകളായി മാറ്റിയത് ഈ രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിന്റെ വികലമായ സാമ്പത്തിക ബാങ്കിംഗ് നയം കൊണ്ടാണ് എന്ന കാര്യം വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതോടെ എന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ബാങ്കുകൾ വിദ്യാഭ്യാസ വായ്പ നൽകുവാൻ ഇനിയും വിമുഖത കാണിച്ചാൽ ലോൺ നിഷേധിക്കുന്ന മറ്റു ബാങ്കുകളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഭാരവാഹികളായ മാത്യു കെ ജോൺ, അരുൺ പൂച്ചക്കുഴി, സോയിമോൻ സണ്ണി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ടോണി തോമസ്, ബിബിൻ ഈട്ടിക്കൽ, അൻഷൽ കുളമാവ്, ഷാരി ബിനു ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അയ്യപ്പൻകോവിൽ ഉപ്പുതറ സ്വദേശികളെ ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യപ്പൻകോവിൽ സ്വദേശിയായ നാഗക്കാട്ട് മൻസൂർ അലി, ഉപ്പുതറ ലോണ്ടറി ചാലിങ്കൽ സുനിൽ എന്നിവരാണ് പിടിയിലായത്. 2022 മുതലാണ് പ്രതിയായ ചാലിങ്കൽ സുനിൽ എന്ന ശ്രീകുമാർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്നത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് നടന്ന കൗൺസിലിംഗിനിടയിലാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത്. പലതവണ സുനിൽ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതായാണ് പരാതി. കൂടാതെ സുനിലിന്റെ സുഹൃത്തായ അയ്യപ്പൻകോവിൽ സ്വദേശി മൻസൂർ അലി മാട്ടുക്കട്ടയിലെ വ്യാപാര സ്ഥാപനത്തിലെത്തിച്ച പെൺകുട്ടിയെ ഉപദ്രവിച്ചതായും പരാതിയുണ്ട്. ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉപ്പുതറ പോലീസ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിൽ 3 പ്രതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മുഖ്യ പ്രതികളാണ് അറസ്റ്റിലായവർ. പ്രതികളെ തെളിവെടുപ്പും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഉപ്പുതറ SI മിഥുൻ മാത്യു, ഗ്രേഡ് SI സിയാദ് മോൻ, CPOമാരായ അജേഷ് പി, ജിജോ വിജയൻ, ജോളി ജോസഫ്, അജിമോൻ AP, നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. നെടുങ്കണ്ടം നമ്പുടാകം ക്ലിന്റ് ജോർജാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം പടിഞ്ഞാറെ കവലയിൽ വെച്ചാണ് ക്ലിന്റ് ഓടിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ക്ലിന്റ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരിച്ചത്. മൂന്നാറിൽ വീണ്ടും കാറിൽ യുവാക്കളുടെ അപകടയാത്ര. മാട്ടുപ്പെട്ടി റോഡിലായിരുന്നു കാറിന്റെ ജനാലയിലിരുന്ന് യുവാവ് യാത്ര ചെയ്തത്. മൂന്നാർ മേഖലയിൽ തുടരെ ഇത്തരം നിയമലംഘനം നടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തുന്നവർ കാറിൽ അപകടകരമായി യാത്ര ചെയ്യുന്ന സംഭവം ആവർത്തിക്കുകയാണ്.
യുവാവ് കാറിന്റെ ജനാലയിൽ ഇരുന്ന് അപകടകരമായി യാത്ര ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്ന വീഡിയോയാണ് വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. മാട്ടുപ്പെട്ടി റോഡിലൂടെയായിരുന്നു ഇത്തവണത്തെ അപകടയാത്ര. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സമാന രീതിയിൽ അപകടകരമായ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവരികയും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അയൽ സംസ്ഥാന രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സാഹസിക യാത്രകൾ നടന്നത്. എന്നാൽ നിലവിൽ പുറത്തുവന്ന വീഡിയോയിൽ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനത്തിലാണ് യുവാക്കൾ തിരക്കുള്ള റോഡിലൂടെ അപകടകരമായി യാത്ര ചെയ്തത്. പിന്നാലെ എത്തിയ വാഹനത്തിൽ യാത്ര ചെയ്തവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. തുടരെ നിയമലംഘനം നടക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിനും തലവേദനയാകുന്നുണ്ട്. മലയാളി ചിരി ക്ലബിന്റെയും റിവേറ്റ് ഹൈഡ്രോ സിസ്റ്റത്തിന്റെയും നേതൃത്വത്തിൽ കുഴൽക്കിണർ റീചാർജിംഗിന്റെ ജില്ലാതല ഉദ്ഘാടനം 13 ഉച്ചകഴിഞ്ഞ് 3 കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുമ്പ് ജലസമൃദ്ധമായിരുന്ന ഓലികൾ, കിണറുകൾ, കുളങ്ങൾ എന്നിവ വറ്റിത്തുടങ്ങിയതോടെ കുഴൽക്കിണറുകൾ വ്യാപകമായി. ആദ്യകാലങ്ങളിൽ 150 അടി താഴ്ചയിൽ വെള്ളം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 2000 അടി വരെ കുഴിക്കേണ്ട സ്ഥിതിയാണ്. അത് 150 അടി മുതൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 1500-ഉം 2000 അടി താത്തു കഴിഞ്ഞാലാണ് വെള്ളം കിട്ടുന്നത്. പലയിടത്തും വെള്ളം കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ചിരി ക്ലബ്ബ് ഒന്ന് കാര്യമായിരുന്ന് ആലോചിച്ചു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ബോർവെൽ റീചാർജ് ഇപ്പോൾ 15 വർഷമായി ഇവിടെ ഇത് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഫലവത്തായി പ്രാവർത്തികമാക്കാം എന്ന് ഉള്ള ആലോചനയിലാണ് ഞങ്ങൾ ഈ കട്ടപ്പനയിൽ തന്നെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റീവെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി സംസാരിക്കാനുള്ള വന്നത്. നമുക്കറിയാവുന്നതുപോലെ കൊല്ലപ്പുടി CB ഒക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കാം എന്ന് പറഞ്ഞു. 10% മുതൽ 25% വരെ സബ്സിഡി തന്നുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായാണ് മലയാളി ചിരി ക്ലബ്ബും റിവെറ്റ് ഹൈഡ്രോ സിസ്റ്റവും ചേർന്ന ബോർവെൽ റീചാർജിംഗ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മുഴുവൻ ബോർവെല്ലുകളും റീചാർജ് ചെയ്യുന്ന ആദ്യ പഞ്ചായത്തിന് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വളരെ വിജയകരമായി മഴവെള്ളത്തിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കി വളരെ സുഗമമായി കുഴൽക്കിണറെത്തിക്കാവുന്ന പുതിയ സംവിധാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പരമാവധി ആളുകളിലേക്കും പരമാവധി സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ ഒരു സന്ദേശം എത്തിക്കാനും ഒക്കെ ആയിട്ടാണ് മലയാളി ചിരി ക്ലബ്ബുമായിട്ട് ചേർന്ന് റീവെറ്റ് എന്ന് പറയുന്ന പുതിയ സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ധാരാളം തരത്തിലുള്ള ഇത്തരത്തിലുള്ള റീചാർജിങ് മെഷീനുകൾ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഒരു കോർഡിനേഷനിലൂടെ അവരുമായി സംസാരിച്ച് ഒരു വലിയ ക്വാണ്ടിറ്റി ഈ പ്രദേശത്ത് നമുക്ക് കുഴൽക്കിണർ റീചാർജ് ചെയ്യാമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് 10% മുതൽ 25% വരെ നമുക്ക് ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു സബ്സിഡി തരാമെന്ന് കമ്പനികൾ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പം ഈ പരിപാടികൾ നടക്കുന്നത്. കൂടാതെ ഈ പ്രദേശത്തെ 10 സ്കൂളുകൾക്ക് സൗജന്യമായിട്ട് ഈ കുഴൽക്കിണർ റീചാർജിങ് യൂണിറ്റ് കൊടുക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഗഡുവായിട്ട് ശാന്തിഗ്രാമിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ഈ വരുന്ന 13-ാം തീയതി നമ്മൾ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. തന്നെയല്ല, കുഴൽക്കിണറിലേക്ക് മഴവെള്ളം കയറ്റി വിടുന്നതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യം കുഴൽക്കിണറിലെ വെള്ളത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് അത് കിണർ ജലം പോലെ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്ത ബോർവെല്ലുകളിൽ നിന്ന് അതിൻ്റെ pH എടുക്കാനായിട്ട് ലാബുകളിൽ കൊടുത്തപ്പോൾ അത് കിണർ വെള്ളത്തിന് ഈക്വലൻ്റായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞു. ആദ്യ വാർഡിലെ പഞ്ചായത്ത് അംഗത്തിന് 5000 രൂപയും നൽകും. അന്നേ ദിവസം ബോർവെൽ റീചാർജിംഗ് റെയിൻ വാട്ടർ സിസ്റ്റം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യും. മലയാളി ചിരി ക്ലബിൻ്റെയും റീവെറ്റ് ഹൈഡ്രോ സിസ്റ്റത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ബോർവെൽ റീചാർജിൻ്റെ ജില്ലാതല ഉദ്ഘാടനം 2022 ജൂലൈ മാസം 13-ാം തീയതി ശനിയാഴ്ച 3 മണിക്ക് കട്ടപ്പനയിൽ ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരുടെ മഹനീയ സ്ഥാനത്തിൽ അന്ന് കുഴൽക്കിണർ റീചാർജിങ്ങിൻ്റെ റെയിൻ വാട്ടർ സിസ്റ്റത്തിൻ്റെ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതുമാണ്. വാർത്താസമ്മേളനത്തിൽ മലയാളി ചിരി ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, റിവറ്റ് ഹൈഡ്രോ സിസ്റ്റം ഡയറക്ടർ സിബി കൊല്ലംകുടി, ചിരി ക്ലബ് രക്ഷാധികാരി ജോർജി മാത്യു, കോർഡിനേറ്റർ അനീഷ് തോണക്കര, മനോജ് പി ജി, റോബിൻ സെബാസ്റ്റ്യൻ, ഷിജോ സെബാസ്റ്റ്യൻ, ജിനോ സേവ്യർ, പ്രിൻസ് ജോസഫ് മൂലേച്ചാലിൽ, മനോജ് വർക്കി, അശോക് ഇലവന്തിക്കൽ, ആനന്ദ് കൊല്ലംകുടി എന്നിവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ CHCയോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിവരുന്ന റിലേ ഉപവാസ സമരത്തിനെതിരെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വാർത്താസമ്മേളനം വസ്തുതാവിരുദ്ധമെന്ന് കോൺഗ്രസ് നേതൃത്വം. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിക്ക് ആശുപത്രിയെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഈ ഭരണസമിതി CHCയിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക, രാത്രികാലങ്ങളിലും ഡോക്ടർമാരുടെ സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ CHCക്ക് മുമ്പിൽ റിലേ ഉപവാസ സമരം നടന്നുവരുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയിരുന്നു. എന്നാൽ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ആശുപത്രിയെപ്പറ്റി യാതൊന്നും അറിയില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് 27-ാം തീയതി തുടങ്ങിയ ഞങ്ങളുടെ ആവശ്യം 24 മണിക്കൂറും ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണം. ഇവിടെ കിടത്തി ചികിത്സ കാലാകാലങ്ങൾ ഈ ഹോസ്പിറ്റൽ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇവിടെ കിടത്തി ചികിത്സ ഇല്ലാത്തത്. അത് പുനഃസ്ഥാപിക്കണം. ഈ 2 ഡിമാൻഡാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെയുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ തോട്ടം മേഖലയിൽ ജീവിക്കുന്ന തോട്ടം തൊഴിലാളികളും 15ഓളം പട്ടികജാതി കോളനികളും 4ഓളം പട്ടികവർഗ കോളനികളും നിലവിൽ ഇവിടെയുണ്ട്. ഇവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ ഡോക്ടർ ഇല്ല എന്ന് മറുപടി പറയാൻ വേണ്ടി 2 നേഴ്സുമാരെ രാത്രി ഇവിടെ ഡ്യൂട്ടിക്കിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയും കൂടെ പിൻവലിച്ച് 6 മണിക്ക് ശേഷം ഈ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് പൂട്ടി പുറത്തു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് ഭരണസമിതി അംഗങ്ങൾ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഈ ഭരണസമിതി ആശുപത്രിയിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷി അംഗം ഷാജി പൈനാടത്ത് പറഞ്ഞു. ഗവൺമെന്റ് ആശുപത്രി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ്. അതിന്റെ കമാനത്തിൽ വളരെ വലിയ അക്ഷരത്തിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഭരണസമിതിയിലെ ചില ആളുകളുമൊക്കെ പറയുന്നത് ഇത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നാണ്. അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള ബോധ്യമില്ല, അതിനെ സംബന്ധിച്ചുള്ള അറിവില്ല. ഇത് വണ്ടിപ്പെരിയാറിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ സ്റ്റാഫ് പാറ്റാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വസ്തുത പോലും മനസ്സിലാക്കാതെയാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ സമരത്തെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ വാർത്താ സമ്മേളനം വസ്തുതാവിരുദ്ധമാണെന്നും നേതാക്കൾ ആരോപിച്ചു. കാന്തല്ലൂർ പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഡാമിന്റെ എതിർവശത്തുള്ള സംരക്ഷണ ഭിത്തിയുടെ പൈലിംഗിന്റെ പണിയാണ് ആരംഭിച്ചത്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തു നിന്നും ഒഴുകിപ്പോകുവാൻ സാധ്യതയുള്ള താഴ്ന്ന ഭാഗങ്ങളിലാണ് ഉയരത്തിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. 2014 ആരംഭിച്ച ഡാമിന്റെ നിർമ്മാണം സാങ്കേതികവും അല്ലാതെയുമുള്ള പലവിധ കാരണങ്ങളാൽ ഇതുവരെ 70% മാത്രമാണ് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത്. ഒടുവിൽ കരാറിലെ അടങ്കൽ തുക കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ 2 വർഷമായി നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുകയായിരുന്നു. 2014 പദ്ധതിയുടെ അടങ്കൽ തുക 24 കോടി രൂപയായിരുന്നു. പ്ലാനിൽ മാറ്റം വന്നപ്പോൾ പിന്നീടത് 46.8 കോടി രൂപയായി ഉയർത്തി. 2 വർഷം മുൻപ് കരാറുകാരൻ വീണ്ടും കരാർ തുക പുതുക്കി നൽകണമെന്ന ആവശ്യവുമായി സർക്കാരിന് മുന്നിലെത്തി. കഴിഞ്ഞ മാസം 56 കോടി രൂപയായി വീണ്ടും ഉയർത്തി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡാമിന്റെ പണി പുനരാരംഭിച്ചിരിക്കുന്നത്. 33.2 മീറ്റർ ഉയരവും 140 മീറ്റർ നീളവുമുള്ള ഡാമാണ് നിർമ്മിക്കുന്നത്. കൃഷിയിടങ്ങളിലേക്ക് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുവാനും വിവിധ ഗ്രാമങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനും കഴിയുന്ന പദ്ധതിയാണിത്. ഡാമിന്റെ എതിർവശത്തുള്ള സംരക്ഷണ ഭിത്തിയുടെ പൈലിംഗിന്റെ പണിയാണ് ആരംഭിച്ചത്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തു നിന്നും ഒഴുകിപ്പോകുവാൻ സാധ്യതയുള്ള താഴ്ന്ന ഭാഗങ്ങളിലാണ് ഉയരത്തിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രം കൃത്യസമയത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. കഴിഞ്ഞ ദിവസം പെൻഷൻ മസ്റ്ററിംഗിന് ഉൾപ്പെടെ എത്തിയവർ അക്ഷയ സെന്ററിന് മുൻപിൽ കാത്തിരുന്നത് മണിക്കൂറുകളോളമാണ്. സംഭവം സംബന്ധിച്ച് നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രമാണ് കൃത്യസമയത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി ഉയർന്നിരിക്കുന്നത്.
പെൻഷൻ മസ്റ്ററിംഗിനുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി അക്ഷയയിൽ എത്തുന്നവർ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും രാവിലെ 8 മണി മുതൽ ഉച്ചവരെ അക്ഷയ സെന്ററിന്റെ മുൻപിൽ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങി വന്നതാണ്. നമ്മിപ്പോൾ ഇത്രയും നേരമായിട്ട് ഇതുവരെ അക്ഷയ തുറന്നു. 8 മണിക്കെല്ലാം വന്നിട്ടാണ് പെൻഷൻ്റെ പഠിക്കാൻ വന്നതാണ്. ഇതുവരെ ആൾ കട തുറന്നില്ല. ആ 2 കുടുംബവുമുണ്ട് കൂടെ. ഇപ്പം അത് 2 അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. 5-8 പേരുണ്ടായിരുന്നു. 9 മണിക്ക് വന്നിട്ട് ഇതുവരെ ആളെ കണ്ടില്ല. സമയം എന്നാ ഇപ്പം തന്നെ? സമയം മണി 10:20. അക്ഷയ സെന്റർ തുറന്നു പ്രവർത്തിക്കാത്തത് മറ്റ് സ്വകാര്യ ഓൺലൈൻ സ്ഥാപനങ്ങളെ സഹായിക്കാനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതേസമയം അക്ഷയ സെന്റർ വഴി മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾക്കായി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പോലും മണിക്കൂറുകളാണ് കാത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതിയും നൽകി. ചക്കക്കൊമ്പൻ വീണ്ടും ചിന്നക്കനാലിലെ ജനവാസ മേഖലയിലെത്തി. രാവിലെയാണ് മുത്തമ്മ കോളനിയിൽ കൊമ്പൻ എത്തിയത്. കോളനിയിലെ ചെറു റോഡിലൂടെ നടന്നു പോകുന്ന ആനയുടെ ദൃശ്യങ്ങൾ നാട്ടുകാരാണ് പകർത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ജനവാസ മേഖലയിൽ ചക്കക്കൊമ്പൻ വീണ്ടും എത്തിയത്. RRT സംഘം ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൂടെയാണ് ആന ഇപ്പോൾ ചുറ്റിത്തിരിയുന്നത്. കട്ടപ്പന പുളിയമല റോഡിൽ ലോറികൾ കുടുങ്ങിയുണ്ടായ ഗതാഗത തടസ്സം മണിക്കൂറുകൾ നീണ്ടുനിന്നു. അപകടത്തിൽപ്പെട്ട ലോറി കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിനിടെ റിക്കവറി വാഹനം കേടാവുകയായിരുന്നു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം ശാസ്താനടയിൽ അപകടത്തിൽപ്പെട്ട ലോറിയുമായി കമ്പത്തേക്ക് പോവുകയായിരുന്ന റിക്കവറി വാഹനം കേടായതോടെയാണ് ഗതാഗത തടസ്സമുണ്ടായത്. മണിക്കൂറുകളോളമാണ് ഇവിടെ ഗതാഗത തടസ്സം നേരിട്ടത്. ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസ് ഏറെ പണിപ്പെട്ടു. ഏറ്റവും തിരക്കേറിയ സമയത്താണ് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായത്. ഇതോടെ പല വാഹനങ്ങളും ആനകുത്തി, മാലി എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോയത്. കട്ടപ്പനയിൽ നിന്നും ക്രെയിൻ എത്തിച്ച വാഹനം മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 2.5 മണിക്കൂറോളം ഇവിടെ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയോരത്ത് അപകടകരമായി നിൽക്കുന്ന വൻമരം മുറിച്ചുമാറ്റാൻ ഇനിയും നടപടിയില്ല. റോഡ് നിർമ്മാണത്തിനായി മരത്തിന്റെ വേരുകൾ മുറിച്ചുമാറ്റിയതോടെ അപകടാവസ്ഥ വർദ്ധിച്ചു. നെടുങ്കണ്ടം കല്ലാറിന് സമീപം നിൽക്കുന്ന മരമാണ് മുറിച്ചുമാറ്റാത്തത്. കല്ലാർ ബദനി ആശ്രമത്തിന് സമീപമാണ് വൻ വാഗമരം ഭീഷണിയായി നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാവുന്ന ഈ മരത്തിന്റെ താഴ്ഭാഗത്തു കൂടിയാണ് 33 kV 11 kV LT വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നത്. മരം വെട്ടിമാറ്റണമെന്ന പ്രദേശവാസികൾ പലതവണ പഞ്ചായത്ത്, പൊതുമരാമത്ത് വകുപ്പ്, KUCB അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിനിടെയാണ് കമ്പംമെട്ട് വണ്ണപ്പുറം റോഡ് നിർമ്മാണവും ആരംഭിച്ചത്. റോഡിന് വീതി കൂട്ടി കലുങ്ക് നിർമ്മിക്കാൻ വേണ്ടിയും ഈ മരം വെട്ടിമാറ്റിയില്ല. പകരം മരത്തിന്റെ വേരുകൾ മാത്രം വെട്ടിമാറ്റി കൽക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് കരാറുകാരൻ. മതിലുകെട്ട് ഭാഗമായിട്ട് ഇതിൻ്റെ വേര് മാറ്റി വെച്ചിരിക്കുകയാണ്. ഏത് സമയത്തും ഈ മരം ഉണങ്ങി മറിഞ്ഞ് വീഴാവുന്ന രീതിയിലാണ് വേര് മാറ്റി വെച്ചിരിക്കുന്നത്. ആ മരം നിർത്തിക്കൊണ്ട് ഇപ്പോൾ റോഡ് പണിയുന്ന രീതിയിലാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. അതുകൊണ്ട് ഇതുണ്ടായി വലിയ മരത്തിൻ്റെ ശാഖകളൊക്കെ റോഡിലേക്ക് ഇരിക്കുകയാണ്. സ്കൂൾ ബസ്സൊക്കെ കീഴെ വന്നിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പ് ഒഴിഞ്ഞു വീണാൽ തീരെ വിലക്കുറവുള്ള വാഗമരമാണ്. അപകടം നടന്നു കഴിഞ്ഞ് നടപടിയെടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും. വലിയ അപകടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ മരം വെട്ടായി, വലിയ പ്രശ്നങ്ങളായി, എല്ലാം വലിയ ദീർഘഗതി കാര്യങ്ങൾ നടക്കും. പക്ഷേ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടി എത്രയോ തവണ ഞങ്ങൾ പഞ്ചായത്തിലായിട്ടും KC ബോർഡിലായിട്ടും ഈ PWഡിലൊക്കെ ഞങ്ങൾ സമീപിക്കുകയും പറയുകയൊക്കെ ചെയ്തു. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതൊന്ന് പെടന്ന് വീണ് കഴിഞ്ഞാലേ അവർക്കൊക്കെ അനക്കം ഉണ്ടാവുകയുള്ളൂ. കാരണം KC ബോർഡ് പറയുന്നു ലൈൻ അഴിച്ചു കൊടുക്കണമെങ്കിൽ വലിയ പൈസ വേണം. കോൺട്രാക്ടർ പറയുന്നു അതിനുള്ള ഫണ്ട് ഞങ്ങൾക്കില്ല. പഞ്ചായത്ത് പറയുന്നു പിന്നെ വനംവകുപ്പിൻ്റെ പെർമിഷൻ വേണം. അങ്ങനെ പല നൂലാമാലകൾ പിടിച്ച ഒരു വലിയ മരം ഇങ്ങനെ ഇവിടെ നാട്ടുകാർക്ക് ഭീഷണിയായിട്ടിരിക്കുകയാണ്. അപകട ഭീഷണി കുറിക്കുന്ന ഈ വൻമരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികളും
നാട്ടുകാരും നിരന്തരം പരാതികൾ കൊടുത്തെങ്കിലും ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. 33 kV അടക്കം നിരവധി ലൈനുകൾ അടിവഴി കടന്നു പോകുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ട മേൽനടപടി സ്വീകരിക്കുകയും ഒരു വൻ അപകടം ഒഴിവാക്കാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളുടെ ഒരു അപേക്ഷ. മരം മുറിച്ചു മാറ്റുന്നതിനായി വൈദ്യുതി ലൈനുകൾ മാറ്റാൻ ഭീമമായ തുകയാണ് KECB ആവശ്യപ്പെടുന്നതെന്നാണ് സൂചന. എന്നാൽ ഇത് നൽകാൻ കരാറുകാരനും തയ്യാറായില്ല. ഇതേ തുടർന്നാണ് വേര് മാത്രം വെട്ടി റോഡിന് വീതി കൂട്ടിയത്. മരത്തിന് സമീപത്തുള്ള വെയിറ്റിംഗ് ഷെഡിലാണ് വിദ്യാർത്ഥികളടക്കം ബസ് കാത്തു നിൽക്കുന്നത്. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് സഞ്ചാരികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ ശൗചാലയത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതായി പരാതി. ഇതോടെ സാംക്രമിക രോഗ ഭീഷണിയിലാണ് പ്രദേശം. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന ശൗചാലയത്തിന്റെ സെപ്റ്റിക് ടാങ്കിലാണ് മഴവെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നത്. പുതുതായി സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചതിനു ശേഷം യഥാസമയം സ്ലാബിട്ട് മൂടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തില് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ശൗചാലയമാണ് പിന്നിൽ കാണുന്നത്. ഇതിൽ പുതുതായി നിർമ്മിച്ച സെപ്റ്റിക് ടാങ്കിൽ മഴവെള്ളം വന്ന് കെട്ടിക്കിടന്ന് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അപ്പം ബന്ധപ്പെട്ട നാട് മുഴുവൻ പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട കരാറുകാർ ഈ സെപ്റ്റിക് ടാങ്ക് മൂടി ശുചീകരണം നടത്തി സെപ്റ്റിക് ടാങ്ക് മൂടിയില്ല എങ്കിൽ നാട്ടിൽ പകർച്ചവ്യാധി പെരുകാനുള്ള സാഹചര്യമുണ്ട്. അതിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ മഴവെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ കാരണമാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് വിഷയത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. AKASW യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പരിപാടി ACC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണ വിതരണവും SSLC+2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തത്. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പരിപാടി AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയ്ക്ക് +2 പരീക്ഷയ്ക്ക് മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കാനുള്ള ചടങ്ങ് നടത്തപ്പെടുകയാണ്. നേതൃത്വം കൊടുത്ത എല്ലാ നേതാക്കന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച പ്രിയപ്പെട്ട അലക്സ് ബിജു കാൽവരി മൗണ്ട് സ്കൂളിൽ വിദ്യാഭ്യാസ ദേശീയ സയൻസ് മേളയിൽ പങ്കെടുത്ത് എല്ലാവരുടെയും അംഗീകാരവും ആദരവും വാങ്ങിയ കുട്ടിയാണ്. തൊഴിലിടങ്ങളിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും തൊഴിലാളികളുടെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഉന്നമനത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനയാണ് AKASW യൂണിയൻ. യൂണിയനിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് പഠനരംഗത്ത് പ്രോത്സാഹനവും സഹായ സേവനങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടോമി പുളിമുട്ടിൽ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു സെബാസ്റ്റ്യൻ, DKTF സംസ്ഥാന സെക്രട്ടറി ജെയിംസ് മാമൂട്ടിൽ, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, കുര്യൻ കളപ്പുര, ജോബ് ജോസഫ്, ഷാജി പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്കുള്ള പാതകൾ ശോച്യാവസ്ഥയിലെന്ന് പരാതി. പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള പാതകളിൽ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനൊപ്പം ഗർത്തങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം കാൽനട യാത്രക്കാർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കട്ടപ്പന ബസ് സ്റ്റാൻഡിലേക്കുള്ള പാതകളാണ് ശോച്യാവസ്ഥയിൽ തുടരുന്നത്. പഴയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ട ഗർത്തങ്ങളും അവയിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളവും കാൽനട യാത്രക്കാർക്ക് ഏറ്റവും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള എല്ലാ കവാടങ്ങളിലും നിരവധി ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇടശ്ശേരി ജംഗ്ഷനിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാണ്. സഹകരണ ആശുപത്രിക്ക് സമീപം ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുണ്ടാകുന്ന വെള്ളക്കെട്ടിന് നാളിതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് കാൽനട യാത്രക്കാരാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത്. ഓടയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് മൂടി റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് കാൽനട യാത്രക്കാർ തട്ടി വീഴുന്നതിന് കാരണമാകും. കൂടാതെ വാഹനങ്ങളുടെ ടയർ പഞ്ചറാകുന്നതിനും ഇടവരുത്തുന്നുണ്ട്. നാളുകളായി ഈ സ്ഥിതി തുടർന്നിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രധാന കവാടങ്ങളായിട്ടുള്ള റോഡുകൾ പലതും അപകടകരമായിട്ടുള്ള അവസ്ഥയിലും കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയിലുമാണ്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡും പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കവാട റോഡുകൾ ഗുരുതരമായിട്ടുള്ള ശോച്യാവസ്ഥയിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ കട്ടപ്പന മാർക്കറ്റിൻ്റെ 2 റോഡുകളും ഗതാഗത യോഗ്യമല്ല. അത് വ്യാപാരികൾക്കും ജനങ്ങൾക്കും വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെടുത്തിയിരുന്നു. നാളിതുവരെ അതിനൊരു നടപടികളും ഉണ്ടായിട്ടില്ല.
മഴ പെയ്തതോടെ ഗർത്തങ്ങളെല്ലാം ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലാണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആഴ്ചച്ചന്തയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലായിരുന്നു ചന്തയുടെ പ്രവർത്തനം നിർത്തിവെച്ചത്. കർഷകർക്ക് നേരിട്ട് പച്ചക്കറികൾ എത്തിച്ച് വിപണനം നടത്തുന്നതിനും ആവശ്യക്കാർക്ക് പച്ചക്കറികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആഴ്ചച്ചന്തയ്ക്ക് രൂപം നൽകിയിരുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആഴ്ചച്ചന്തയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കർഷകർക്ക് നേരിട്ട് പച്ചക്കറികൾ എത്തിച്ച് വിപണനം നടത്തുന്നതിനും ആവശ്യക്കാർക്ക് പച്ചക്കറികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആഴ്ചച്ചന്തയ്ക്ക് രൂപം നൽകിയിരുന്നത്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലായിരുന്നു ചന്തയുടെ പ്രവർത്തനം നിർത്തിയത്. പിന്നീട് പ്രവർത്തനം പുനരാരംഭിച്ചില്ല. ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടി ഉണ്ടാകുമെന്ന പ്രഖ്യാപനം പിന്നീട് വന്നിരുന്നുവെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടായില്ല. പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണിപ്പോൾ ആഴ്ചച്ചന്തയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ ഒരു മുന്നറിയിപ്പും കൂടാതെ അവിടെ ഈ അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിൽക്കാനും ഉപഭോക്താക്കൾക്ക് അവിടെ ന്യായമായ വിലയ്ക്ക് നല്ല ഇനം പച്ചക്കറികളും മറ്റും വാങ്ങിക്കുന്നതിനും ഒരു സൗകര്യമൊരുക്കിയിരുന്നു. എന്നാൽ കുറച്ച് നാളായിട്ട് അതൊക്കെ ഇവിടുത്തെ കർഷകരെ ഒക്കെ അവർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വിപണി മൂല്യം കിട്ടാതെ, ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാതെ, അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് നല്ല സാധനം കർഷകരിൽ നിന്നും കൊണ്ടുവന്ന് വിൽക്കുന്ന അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്നതിനും ഉള്ളൊരു സൗകര്യമുണ്ടായിരുന്നു. അതൊക്കെ പഞ്ചായത്ത് കുറച്ച് നാളുകളായിട്ട് അതൊക്കെ ഉപേക്ഷിച്ച മട്ടായിട്ട് ആയി നിൽക്കുകയാണ്. ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ ഉപഭോക്താക്കളെയും അവർക്ക് സംരക്ഷണം കിട്ടുന്നതിനും നല്ല സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും അവിടുത്തെ ആഴ്ചച്ചന്ത പുനരാരംഭിക്കണമെന്നാണ് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. ചന്തയുടെ ആരംഭഘട്ടം മുതൽ മികച്ച ജനപിന്തുണ ലഭിച്ചു പോന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലാണ് ആഴ്ചച്ചന്തയുടെ പ്രവർത്തനം നടന്നു വന്നിരുന്നത്. ചെമ്പകപ്പാറ LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. ഉടുമ്പൻചോല MLA M മണി പാചകപ്പുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെമ്പകപ്പാറ LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനമാണ് നടന്നത്. MLAയുടെ SD ഫണ്ടിൽ നിന്ന് അനുവദിച്ച 7.5 ലക്ഷം രൂപ മുടക്കിയാണ് പാചകപ്പുര നിർമ്മിച്ചത്. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയേൽ പാചകപ്പുരയുടെ വെഞ്ചരിപ്പ് കർമ്മവും ഉടുമ്പൻചോല MLA M മണി ഉദ്ഘാടനവും നിർവഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോർജ് തുമ്പനിരപ്പേൽ അധ്യക്ഷനായിരുന്നു. ഹെഡ്മിസ്ട്രസ് ലാലി ജോർജ്, ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി കുഴുകുത്തിയാനി, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ എബിൻ ജോർജ്, PTA പ്രസിഡന്റ് സതീഷ് എബ്രഹാം, സാന്റിച്ചൻ എബ്രഹാം, സിസ്റ്റർ മരിയ റോസ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷകർതൃ സമിതിയുടെ സംയുക്ത വാർഷിക യോഗവും പുതിയ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. M മണി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനവും ടോയ്ലറ്റ് സമർപ്പണവും നിർവഹിച്ചു. ചിലപ്പോൾ ഈ 100% എന്ന് പറയുന്നത് 10 കുട്ടികളായിരിക്കും എഴുതിയത്, അതിൽ ഒരു കുട്ടി തോറ്റുപോയാലും അത് 99% മാറും. തീർച്ചയായും ആ സ്കൂളിലെ അധ്യാപകർക്കും മാനേജ്മെന്റിനും അതുപോലെ തന്നെ കുട്ടികളുടെ ഉള്ളിലും ഭയങ്കരമായ വിഷമം ഉണ്ടാകും. ചിലപ്പം ആ ഒരു കുട്ടി ചിലപ്പോൾ തോറ്റുപോയ ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലായിരിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ അധ്യാപകരെ അതിനു വേണ്ട സമയം കൂടുതൽ കണ്ടെത്തി കുട്ടികൾക്ക് ഏത് രീതിയിലാണോ അത് ട്രെയിനിങ് കൊടുക്കേണ്ടത് ആ രീതിയിൽ ക്ലാസ് എടുത്തതിന്റെ ഫലമായി നമ്മുടെ മുഴുവൻ കുട്ടികളും വിജയിക്കുകയുണ്ടായി. അതിലേതെങ്കിലും കുട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് 100% എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ നമ്മുടെ മക്കളും നല്ലവണ്ണം പരിശ്രമിച്ചു, മാതാപിതാക്കളും പരിശ്രമിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഈ വിജയം കൂടി. സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ്യു തെരേസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെയും LSS USS പരീക്ഷകളിൽ വിജയിച്ച
വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. LP വിഭാഗത്തിൽ രൂപീകരിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിലെ കുട്ടികൾക്കുള്ള സ്വീകരണവും ഇതോടൊപ്പം നടന്നു. LP വിഭാഗം ആൺകുട്ടികളുടെ ബാച്ചിൽ 28 കുട്ടികളാണുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് സജി സാമുവൽ അധ്യക്ഷനായിരുന്നു. PTA സെക്രട്ടറി ബെന്നി ജോർജ് വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CB എബ്രഹാം, MPTA പ്രസിഡന്റ് സുമ PK, ഹെഡ്മിസ്ട്രസ് കൊച്ചുറാണി ജോർജ്, സീനിയർ അസിസ്റ്റന്റ് റാണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഉപ്പതറ കണ്ണമ്പടി സർക്കാർ ട്രൈബൽ ഹൈസ്കൂളിൽ ഒഴിവുള്ള HST ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കേറ്ററ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 9-ാം തീയതി രാവിലെ 11 മണിക്ക് അഭിമുഖത്തിനായി ഹാജരാവേണ്ടതാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാർ ടൗണിൽ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലം തുരുമ്പെടുത്ത് നശിക്കുന്നു. മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്കുള്ള കാൽനട യാത്ര സുഗമമാക്കുന്നതിനായിട്ടായിരുന്നു ഈ പാലം നിർമ്മിച്ചത്. എന്നാൽ പാലത്തിന്റെ പൈപ്പുകളും കമ്പികളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്നുവെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുമാണ് ആവശ്യം. മൂന്നാർ ടൗണിൽ സദാസമയവും കാൽനട യാത്രികരുടെ തിരക്കുള്ള പാലമാണ് മഴവിൽ പാലം. മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്കുള്ള കാൽനട യാത്ര സുഗമമാക്കുന്നതിനായിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം നിർമ്മിച്ചത്. എന്നാൽ പാലത്തിന്റെ പൈപ്പുകളും കമ്പികളും മറ്റും തുരുമ്പെടുത്ത് നശിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഇതോടെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. പാലം பார்த்தீங்கன்னா கிட்டத்தட்ட ஒரு 10-12 வருஷத்துக்கு மேலே ஆயிடுச்சு. SR ராஜேந்திரன் MLA இருக்கிற டைமில் கட்டின பாலம் இந்த பாலத்தை பார்த்தீங்கன்னா இப்போ ரொம்ப டேமேஜ் ஆகிருக்கு. அதுவும் பார்த்தீங்கன்னா எல்லாம் துரும்பிடிச்சு போயிருக்கு. இப்படியே இந்த பாலத்தை இப்படியே விட்டுட்டாங்கன்னா கொஞ்ச நாளில் இது துரும்பிடிச்சு கீழே விழக்கூடிய சூழ்நிலையில் இருக்குது. அதே மாதிரி பார்த்தீங்கன்னா மழை டைமில் இந்த பாலத்தில் நடக்க முடிய மாட்டேங்குது, கால் ஸ்லிப்பாக இருக்குது. அப்போ சம்மந்தப்பட்ட அதிகாரிகள் இதில் பார்த்து இடப்பட்டு இன்னைக்கு பெயிண்டிங் பண்ணவும் இது மெயின்டெனன்ஸ் செய்யவும் ஒன்று ചെയ്താൽ നല്ലതായിരിക്കും. തിരക്കേറുന്ന സമയങ്ങളിൽ മൂന്നാർ ടൗണിൽ കാൽനട യാത്ര പോലും ഏറെ പ്രയാസമാണ്. മഴവിൽ പാലത്തിലൂടെ ടൗണിലെ മാർക്കറ്റ് ഭാഗത്ത് നിന്ന് മാട്ടുപ്പെട്ടി റോഡിലേക്കും ദേവികുളം റോഡിലേക്കുമൊക്കെ ആളുകൾക്ക് സഞ്ചരിക്കാനാകും. ടൗണിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന മഴവിൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും പാലം കൂടുതൽ ആകർഷകമാക്കണമെന്നുമാണ് ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 116. വിൽപ്പനയ്ക്ക് വന്നത് 24,057. വിൽപ്പന നടന്നത് 23,346. കൂടിയ വില 2,660. ശരാശരി വില 2,237. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 670 രൂപ. ഏലം കൂടിയ വില 2,200. ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 350. ഗ്രാമ്പൂ 975. കൊക്കോ 140. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,765 രൂപ. വെള്ളി 99. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. വായനയിലൂടെ ലഭിക്കുന്ന അറിവും അനുഭവ പരിസരങ്ങളും വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് മന്ത്രി. ഇടുക്കിയിലെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ തീരുമാനം.
ജില്ലയ്ക്ക് ആശ്വാസമായിരിക്കുന്നത് പട്ടയമില്ലാത്ത സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശത്തിന് ആനുകൂല്യം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം. ഭൂപ്രശ്നങ്ങൾ കാരണം പട്ടയം ലഭിക്കാത്ത മലയോര മേഖലയിലെ കർഷകർക്ക് ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നുവെന്ന് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ രോഗികളെ വലച്ച് അടിമാലി താലൂക്ക് ആശുപത്രി. പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന എക്സ്റേ യൂണിറ്റ് പൊളിച്ചതോടെ രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിൽ. പരാധീനതകൾക്ക് നടുവിലുള്ളത് ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആശുപത്രി. അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച് പച്ചക്കറി വില കുതിച്ചുയരുന്നു. ഒരു മാസത്തെ ഇടവേളയിൽ പച്ചക്കറികൾക്കുണ്ടായിരിക്കുന്നത് വ്യാപക വിലക്കയറ്റം. വില കുത്തനെ ഉയരാൻ കാരണം അന്യസംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൽപാദനം കുറഞ്ഞതെന്ന് വ്യാപാരികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.